Hi guys, welcome to We Learn Study platform. First news GS paper 2 governance related article ആണ് roads to be freed to toll booth in a year. So context vehicle scrapping policy ആണ് 2021 ബഡ്ജറ്റിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു പോളിസി അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഓൾഡ് വെഹിക്കിൾസിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ വെഹിക്കിൾസ് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാരണം 20 വർഷം 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം പഴക്കമുള്ള വെഹിക്കിൾസിൽ ഫ്യൂവൽ കൺസംഷനും കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ ഈ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ 15 വർഷവും പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ 20 വർഷവും. അപ്പോൾ ഈ ഒരു വർഷം കഴിയുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് അവർ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ടെസ്റ്റിൽ അവർ ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇത്തരം വാഹനങ്ങൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഈ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളും പ്രൈവറ്റ് വെഹിക്കിളും മാത്രമല്ല ഈ പോളിസിയുടെ അണ്ടറിൽ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങളാണെങ്കിലും PSUസിൻ്റെ വാഹനങ്ങളാണെങ്കിലും ഇതെല്ലാം ഈ ഒരു പോളിസിയുടെ അണ്ടറിൽ വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും PSUസിൻ്റെയും വാഹനങ്ങളാണെങ്കിലും 15 വർഷം പഴക്കമാണ് അവർ ടൈം ലിമിറ്റായിട്ട് കൊടുത്തേക്കുന്നത്. 2021 പോളിസി ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞതുകൊണ്ട് തന്നെ 2022 തൊട്ട് 24 വരെയാണ് ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമർ പുതിയ വെഹിക്കിൾ വാങ്ങുകയാണ്, പഴയ വെഹിക്കിൾ കൊടുത്തിട്ട് പുതിയ വെഹിക്കിൾ വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് റോഡ് ടാക്സിൽ ഇളവുണ്ടാവും. റീബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിന് കൊടുക്കുന്ന ഇളവിനെ പറയുന്ന പേരാണ് റീബേറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ 15% ടാക്സ് റീബേറ്റും പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ 25% ടാക്സ് റീബേറ്റും കിട്ടും. ഒപ്പം തന്നെ പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അത് എടുത്തു കളയും. കാരണം ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൻ്റെ സെയിൽ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡസ്ട്രിയോട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു അഡ്വൈസ് പോലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഏതെങ്കിലും ഒരു കസ്റ്റമർ സ്ക്രാപ്പിംഗ് പോളിസി സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് പുതിയ വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് 5% ഡിസ്കൗണ്ട് കൊടുക്കണമെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അഡ്വൈസറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോളിസിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഒപ്പം തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പാൻഡമിക് ആയതിനു ശേഷം ഇച്ചിരി ഡിമ്മാണ്. ആ ഒരു ഇൻഡസ്ട്രിയെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഈ ഒരു പോളിസിയിൽ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ജസ്റ്റിസ് രാമന ഔട്ട്ലേസ് വേസ് ടു റിവേഴ്സ് പെൻഡൻസി. ജസ്റ്റിസ് രാമന എന്ന് പറയുന്നത് സീനിയോറിറ്റി നോം വെച്ചിട്ട് അടുത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ADR മെക്കാനിസം. ADR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആരെങ്കിലും രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ട്. ഇപ്പോൾ തർക്കവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോർട്ടിൽ പോവുകയാണ് അല്ലേ. കോർട്ടിൽ ചെല്ലുമ്പോൾ എന്താണ്, നമ്മൾ കോടതി കയറി ഇറങ്ങി ഈ ശത്രുത കൂട്ടുവാണ്. ഒരു വഴക്കിന് വേണ്ടി ചെല്ലുമ്പം അത് കോംപ്രമൈസ് ചെയ്യുന്നതിന് പകരം ഈ കോർട്ടിലെ പ്രോസസ്സ് ഡിലേ ആവുന്നത് കൊണ്ട് ഈ ഒരു ശത്രുതാപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിലേയിങ് ജസ്റ്റിസ് ആണ് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റിന് ഒരു റെമഡി കിട്ടത്തില്ല. ഇനി ഈ ഒരു കേസ് കോടതി എടുക്കുവാണെങ്കിൽ തന്നെയും അവസാനം എന്താ ചെയ്യുന്നത്, ഒരു വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് ജയിക്കുന്നത്, മറ്റേ ആളെന്തെയും പിന്നിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു കാര്യം വരത്തില്ല, ഒരാൾ മാത്രമേ ജയിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ളൊരു ബേർഡൻ തന്നെയാണ് ജുഡീഷ്യറിക്ക്. കാരണം ഡിസ്പ്യൂട്ടിന് വേണ്ടിയുള്ള കേസുകൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കൂടിക്കിടക്കുവാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ADR വന്നത്. എസ്പെഷ്യലി സിവിൽ കേസസ് ആണ് ഡീൽ ചെയ്യുന്നത്. ADR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിന് പുറത്ത് വെച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതാണ്. എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, കോംപ്രമൈസ് ആണ്. ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്തിട്ട് പീസ്ഫുള്ളി ഒരു റെസൊല്യൂഷൻ തയ്യാറാക്കലാണ് ADRൻ്റെ ലക്ഷ്യം. 4 ടൈപ്പ് ADR ഉണ്ട്. അറൗണ്ട് ദി വേൾഡ് 4 ടൈപ്പ് ഉണ്ട്. ആർബിട്രേഷൻ, നെഗോസിയേഷൻ, മീഡിയേഷൻ, കൺസീലിയേഷൻ. ഈ 4 ടൈപ്പിനും സെയിം മീനിങ് തന്നെയാണ്. ഇപ്പോൾ ആർബിട്രേഷൻ എന്ന് പറയുമ്പം
മധ്യസ്ഥത, ഒരു മധ്യസ്ഥനെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, സെറ്റിൽ ചെയ്യുക. നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ ചർച്ചയിലൂടെ പരിഹാരം കണ്ടുപിടിക്കുന്നത്, നെഗോഷിയേറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ നെഗോഷിയേറ്റർ വന്നിട്ടായിരിക്കും ചർച്ചയിലൂടെ ആയിരിക്കും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. മീഡിയേഷൻ സെയിം മീനിങ് തന്നെയാണ്, മീഡിയേറ്റർ എന്ന് പറയത്തില്ല, മധ്യസ്ഥൻ വഹിക്കുക. ഒപ്പം തന്നെ കൺസീലിയേഷൻ എന്ന് പറയുന്നത് അനുരഞ്ജനം. ഇതാണ് 4 ടൈപ്പ് ഓഫ് ADR എന്ന് പറയുന്നത്. ഇന്ത്യ വെസ്റ്റേൺ സ്റ്റാൻഡേർഡിലുള്ള ADR ആണ് അഡോപ്റ്റ് ചെയ്തത്. അതിനുവേണ്ടി ഒരു ആക്ട് പാർലമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996. ഒപ്പം തന്നെ നമുക്ക് ഇന്ത്യൻ അപ്രോച്ചിൽ സിമിലർ ആയിട്ടൊരു കാര്യമുണ്ട്, ലോക് അദാലത്ത് സിസ്റ്റം. ലോക് അദാലത്ത് സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഇന്ത്യൻ അപ്രോച്ചിലും ഉള്ളതുകൊണ്ട് വെസ്റ്റേൺ സ്റ്റാൻഡേർഡിലുള്ളതുകൊണ്ട്. വെസ്റ്റേൺ സ്റ്റാൻഡേർഡിലുള്ളതാണ് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ടും. ഒപ്പം തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ളതാണ് ലോക് അദാലത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലോക് അദാലത്ത് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് നൽസ ആക്ട് വഴിയാണ്. നൽസ ആക്ട് 1987. നൽസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്. സോ ഈ ഒരു ലോക് അദാലത്ത് സിസ്റ്റം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒപ്പിയെടുത്തതാണ്. അപ്പം എന്താണ് പറയുക, ഇപ്പം വില്ലേജ് പഞ്ചായത്തിലൊക്കെ ഗ്രാമീണരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് വില്ലേജ് എൽഡർ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഗ്രാമത്തിലെ പ്രശ്നങ്ങളെല്ലാം കേട്ട് വഴക്കൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യും, പ്രശ്ന പരിഹാരം നടത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രോച്ചാണ് ലോക് അദാലത്ത് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയാണ്. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഒഴിവാക്കുക, കോടതിയിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കുക. ഒപ്പം തന്നെ ഈ ഒരു ലോക് അദാലത്ത് സിസ്റ്റത്തിന് ഒരു സിവിൽ കോർട്ടിൻ്റെ സെയിം സ്റ്റാറ്റസ് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ജുഡീഷ്യൽ പ്രോസസ്സ് വഴിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പാർട്ടീസും അതെന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതൊരു കമ്പൽസറി പ്രൊവിഷനാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ബീഹാർ അസംബ്ലി പാസസ് ലോകായുക്ത അമെൻമെൻറ്റ് ബിൽ. സോ കോണ്ടെക്സ്റ്റ് ലോക്പാലും ലോകായുക്തയെയും പറ്റിയാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ആൻറ്റി കറപ്ഷൻ ഒബുഡ്സ്മാൻ ആണ്. ഒബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. എസ്പെഷ്യലി ഈ ഒരു പബ്ലിക് ഓഫീസേഴ്സിനെ, ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഈ ഒരു അഴിമതി കേസുകൾ, അതുപോലെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ പരമായിട്ട് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഈ ഒബുഡ്സ്മാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അപ്പം ഇത് ആൻറ്റി കറപ്ഷൻ ഒബുഡ്സ്മാൻ ആണ്. ഇപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടറിൽ ഇതുപോലത്തുള്ള കേസുകൾ വരുവാണെങ്കിൽ ബാങ്കിങ് ഒബുഡ്സ്മാൻ എന്ന് പറയും. അപ്പോൾ ഒബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ജനങ്ങളുടെ കംപ്ലൈൻറ്റ് വെച്ചിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഓഫീസേഴ്സാണ്. അപ്പോൾ ഈ ഒരു ലോക്പാൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആൻറ്റി കറപ്ഷൻ ഒബുഡ്സ്മാൻ ഉണ്ട്. സോ ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ലോക്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം സെൻറ്ററിലുള്ളതാണ്, ലോകായുക്ത എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലുള്ളതാണ്. അപ്പോൾ അഴിമതിക്കെതിരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. 1960 ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവരുന്നത്. ഈ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് ചെയ്തു, ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോകായുക്ത അവരവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ലോകായുക്ത ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സെൻട്രലിൻ്റെ അതോറിറ്റി അല്ല, ലോകായുക്ത ക്രിയേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻസും പാലിക്കേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. സോ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1970 കുറേ സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു, ലോകായുക്ത ക്രിയേറ്റ് ചെയ്തു. ഇനി ലോക്പാൽ മിഷൻ എപ്പോഴാണ് വന്നത്, അന്ന ഹസാരയുടെ ലോക്പാൽ മൂവ്മെൻറ്റിൻ്റെ പ്രഷർ കാരണമാണ് പാർലമെൻറ്റ് എന്ത് ചെയ്തത്, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എനാക്ട് ചെയ്തത്. അപ്പോൾ 2013 എന്ത് ചെയ്തത്, ലോക്പാൽ സെൻട്രലിൽ ക്രിയേറ്റഡ് ആയത്. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഹാർ അസംബ്ലി അവിടുത്തെ ലോകായുക്ത ബില്ല് ഭേദഗതി വരുത്തി. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജനങ്ങളുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെതിരായിട്ട് ജനങ്ങൾ കൊടുക്കുന്ന കംപ്ലയിൻസ് ആണല്ലോ ഇവർ നോക്കുന്നത്, എസ്പെഷ്യലി അഴിമതി ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വ്യക്തികൾ തെറ്റായിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, തെറ്റായിട്ടുള്ള കംപ്ലയിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കംപ്ലയിൻസ് വരുമ്പം ഇവരിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുമ്പോഴായിരിക്കും പിന്നീടാണ് അറിയുന്നത് തെറ്റായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണെന്ന്. അപ്പോൾ ഇവരുടെ ടൈമും കാര്യങ്ങളും എഫിഷ്യൻസിയും ഒക്കെ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫാൾസ് കേസസ് ഫയൽ ചെയ്യുന്ന വ്യക്തികൾക്കെതിരായിട്ട്
ലീഗൽ പ്രൊവിഷൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഏതെങ്കിലും തെറ്റായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടുന്ന പണിഷ്മെൻറ്റുകളെ പറ്റി ഉള്ള ഭേദഗതിയാണ് ബീഹാർ ലോകായുക്ത അമെൻമെൻറ്റ് ബില്ലിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ലോക്സഭ പാസസ് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. സോ കോണ്ടെക്സ്റ്റ് എന്താണ്? സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ആണ്. ഈ സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ഗ്രാൻഡ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റിൽ അവരുടെ ചിലവ് ഈ ഒരു വർഷത്തേക്ക്, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടുന്ന എല്ലാ ചിലവുകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അതിനുശേഷം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചിലവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഡിമാൻഡ് ചെയ്യണം. ഞങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് വേണം, ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അഡീഷണൽ ഗ്രാൻറ്റിനെ വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടുന്ന ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുമല്ലേ. അതിനുശേഷം അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ ഇത് പാസ് ചെയ്യുന്നത് പാർലമെൻറ്റ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ തീരാറാവുമ്പോഴാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2020 തൊട്ട് മാർച്ച് 2021, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏപ്രിൽ മാർച്ച് അങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ പറയുന്നത്. അപ്പോൾ ഇപ്പം മാർച്ചാണല്ലേ. അപ്പോൾ ആ ഒരു എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, ആ ഒരു ടൈമിന് മുമ്പായിരിക്കും ഇത്തരത്തിലുള്ള അഡീഷണൽ ഗ്രാൻസ് പാർലമെൻറ്റ് കൊടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള അഡീഷണൽ ഗ്രാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ 115 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എക്സസ് ഗ്രാൻറ്റ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യും. ഇത് ഡിമാൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പാർലമെൻറ്റിലെ നോട്ടീസ് ബോർഡിലേക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? നോട്ടീസ് ഇടും. അപ്പോൾ ഈ നോട്ടീസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ടുന്ന കാര്യമാണോ അല്ലയോ എന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും. ഇതിന് ശേഷം എന്ത് ചെയ്യും? പാർലമെൻറ്റിൽ വോട്ട് ഇട്ടിട്ട് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ ഗ്രാൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ ഹെഡിങ് തന്നെ കണ്ടില്ലേ? ലോക്സഭ പാസസ് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്നാണ്. അപ്പോൾ ലോക്സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്ത് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും? അഡീഷണൽ ഗ്രാൻസ് കിട്ടും. ഈ ഒരു എക്സസ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. അഡീഷണൽ ഗ്രാൻറ്റ്, എക്സസ് ഗ്രാൻറ്റ്, എക്സെപ്ഷണൽ ഗ്രാൻറ്റ്, ടോക്കൺ ഗ്രാൻറ്റ്. അഡീഷണൽ ഗ്രാൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്ര എമൗണ്ട് മാറ്റി വെച്ചിരുന്നു, റെയിൽവേക്ക് ഇത്ര, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ പറയാത്ത ഏതെങ്കിലും പുതിയ സർവീസ് വരികയാണെങ്കിൽ ആ പുതിയ സർവീസസിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഗ്രാൻറ്റ് ചോദിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അഡീഷണൽ ഗ്രാൻറ്റ് എന്നാണ് വിളിക്കുന്നത്. എക്സസ് ഗ്രാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്. അതായത് പാർലമെൻറ്റ് ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു സർവീസ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് പാർലമെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുള്ള അലോക്കേഷനും കൊടുത്തിട്ടുണ്ട്. ആ മണി ഉപയോഗിച്ചിട്ടും അതിന് കൂടുതൽ ഗവൺമെൻറ് ചിലവഴിക്കേണ്ടി വന്നു. സെയിം സർവീസാണ്, നേരത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ സർവീസാണ്, പക്ഷേ എക്സ്ട്രാ എമൗണ്ട് ഗവൺമെൻറ്റിന് ചിലവഴിക്കേണ്ടി വന്നു. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ചിലവഴിക്കുന്ന സമയത്ത് പോയി പാർലമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഗ്രാൻറ്റ് താന്ന് പറയാൻ പറ്റത്തില്ല. ഇവരെന്ത് ചെയ്യും? ആ സർവീസസ് ഓൾറെഡി പാസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? എക്സസ് എമൗണ്ട് എന്ത് ചെയ്യും? ചിലവഴിക്കും. ചിലവഴിച്ചതിന് ശേഷം ഫിനാൻഷ്യൽ ഇയർ തീരാറാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ചെന്നിട്ട് പറയും, ഈ സർവീസിന് ഞങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ആയിട്ടുണ്ട്, സോ എക്സസ് ഗ്രാൻറ്റ് ഞങ്ങൾക്ക് വേണം. ഇതാണ് എക്സസ് ഗ്രാൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ഗ്രാൻസ് ആണ്. പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ഒഴിവാക്കാൻ പറ്റാത്ത പർപ്പസുകൾ. ഇപ്പം പെട്ടെന്നൊരു യുദ്ധം കയറി വരികയാണ്, അപ്പോൾ ഡിഫൻസ് സെക്ടേഴ്സിൽ കുറച്ച് എമൗണ്ട് കൂടുതൽ വേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫ്ലഡ് വരുന്നു, അല്ലെങ്കിൽ ഭൂമി കുലുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത പർപ്പസിൽ ഗവൺമെൻറ് ചിലവഴിക്കേണ്ടി വരുന്ന കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാരണങ്ങളാണിതല്ലേ. അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല, അതിന് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ എക്സെപ്ഷണൽ ഗ്രാൻസ് എന്ന് പറയുന്നത്. ടോക്കൺ ഗ്രാൻഡ് എന്ന് പറയുമ്പം ഇപ്പം ആദ്യമേ അപ്രോപ്രിയേഷൻ കൊടുത്ത് വിട്ടിരിക്കുന്ന കാര്യത്തിന് ഒന്നും കൂടി അപ്രോപ്രിയേഷൻ കൊടുക്കുവാണ്. അതായത് ആ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടി അപ്രോപ്രിയേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒന്നും കൂടി ആ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. കാരണം അതൊരു പുതിയ സർവീസസ് ആയിരിക്കും, മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സർവീസസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഒന്നും കൂടി അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ടോക്കൺ ഗ്രാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. രാജ്യസഭ പാസസ് ബിൽ ടു റൈസ് FDI ലിമിറ്റ് ഇൻ ഇൻഷുറൻസ് സെക്ടർ.
സോ ഇതിൽ FDI പറ്റിയാണ് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഫോറിനേഴ്സ് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മുമ്പൊക്കെ കുറേ കാലം മുമ്പൊക്കെ ഇൻഷുറൻസ് സെക്ടേഴ്സിൽ ഈ ഒരു FDI ഇന്ത്യ അലോ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, കുറേ കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ഇത് 49% വെച്ചു. അതായത് 49% എന്ത് ചെയ്യാം, ഈ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് സെക്ടറിൽ കൊടുക്കാം. അതിനുശേഷം ഇപ്പം പുതിയ ബഡ്ജറ്റിൽ ഇൻഷുറൻസ് അമെൻമെൻറ്റ് ബില്ല് 2021 പാർലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബില്ല് ഇപ്പോൾ രാജ്യസഭ പാസ്സാക്കി എന്നാണ് ഈ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ബില്ലിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ 49% എന്നുള്ളത് 74% ഉയർത്താനായിരുന്നു ബില്ല് വന്നത്. അപ്പോൾ രാജ്യസഭയെ അത് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇൻഷുറൻസ് സെക്ടറിൽ FDI 74% സ്വീകരിക്കും. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, FDIക്ക് ഇൻഷുറൻസ് സെക്ടറിലും എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പോളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, ആധാർ ആസ് എ ഹേർഡിൽ. സോ ആധാർ പ്രോജക്റ്റിനെ പറ്റിയാണ് കോണ്ടെക്സ്റ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണിത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്തിലെ എൻറ്റയർ പോപ്പുലേഷനിലുള്ള എല്ലാ റെസിഡൻസിനെയും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അവർക്കൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ് എല്ലാ വെൽഫെയർ സ്കീമും അവരിലേക്ക് എത്തിക്കുക. ഇതാണ് ആധാറിൻ്റെ മെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു UID നമ്പർ ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ വ്യക്തികളിൽ നിന്നും അവരുടെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ബയോമെട്രിക്സും ചെയ്യുന്നുണ്ട്. 2016 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ലീഗൽ സ്റ്റാറ്റസ് കൊടുത്തു. ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ്. അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരിക്കും. ആ നിയമത്തിൻ്റെ പേരാണ് ആധാർ ആക്ട് 2016. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, ആധാർ ആക്ട് വഴി ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിക്കുന്നു, അവരിലേക്ക് എന്ത് ചെയ്യുന്നു, സബ്സിഡീസ് എത്തിക്കുന്നു. എന്തുകൊണ്ട് ആധാർ ആക്ട് കൊണ്ടുവന്നു? നമുക്കറിയാം, നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്കീമിലോ കാര്യങ്ങളിലോ ഒക്കെ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങണം. ആ പേപ്പർ ഈ പേപ്പർ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് അവർ എടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സബ്സിഡീസ് വന്നാൽ തന്നെ നമ്മുടെ അടുത്ത് ഇംപ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്തായിരിക്കും കൊടുക്കുക. ഒന്നുകിൽ ചിലപ്പോൾ ഈ സബ്സിഡീസ് ലീക്കേജ് ആയി പോകും, കാരണം കറപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ആധാർ ആക്ട് 2016 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കുന്നത്. സോ സിംപ്ലി ആധാർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുടെ ബാക്ക് ബോണാണ്. എസ്പെഷ്യലി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, LPG, പെൻഷൻസ്, സ്കോളർഷിപ്പ്, മൻരേഗ, ഇതിൻ്റെ എല്ലാം കവർ ചെയ്യുന്നത് ആധാർ ത്രൂ ആണ്. അതായത് ഈ ഒരു ആധാറിൻ്റെ സക്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോപ്പുലേഷൻ്റെ 90% കവർ ചെയ്യാൻ ഇതിന് സാധിച്ചു. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വഴിയാണ്, DBT സ്കീം. സോ എല്ലാവർക്കും എന്ത് ചെയ്തു, അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഈ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്തു, സബ്സിഡീസ് എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒഫീഷ്യൽസോ ഒരു ലീക്കേജസോ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്, പാൻ കാർഡ്, റേഷൻ കാർഡ്. പക്ഷേ ഇതിൻ്റെ കൺസേൺ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ മിസ്യൂസ് തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാ പേഴ്സണൽ ഡേറ്റാസും ഡോക്യുമെൻറ്റ്സും ആയിട്ടും ഇത് ലിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം പാൻ കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഇതിലെല്ലാം ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഡേറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. കാരണം റൈറ്റ് ടു പ്രിവസി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞ് ഒരുപാട് പെറ്റീഷൻസ് സുപ്രീം കോർട്ടിൽ പോകുന്നുണ്ട്. സോ സുപ്രീം കോർട്ടിൽ കേസെത്തി 2018 ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പെറ്റീഷൻസ് പോയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സിവിൽ സൊസൈറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 2016 ആധാർ ആക്ടിന് ലീഗൽ സ്റ്റാറ്റസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലീഗൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? പാർലമെൻറ്റിൽ മണി ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഈ മണി ബില്ലിൻ്റെ പ്രത്യേകത എന്താണ്? രാജ്യസഭയ്ക്ക് പിന്നീട് വലിയ റോളൊന്നുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ലോക്സഭയിൽ മെജോറിറ്റി ഉണ്ടെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വോട്ടിട്ടാൽ തന്നെ അത് പാസ്സാവുമെന്നറിയാം. ഇപ്പോൾ രാജ്യസഭയെ ഒഴിവാക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതും ഒരു വയലേഷനാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും സുപ്രീം കോർട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ 2018 ഇതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോർട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളെല്ലാം നടത്തിയിട്ട് പറഞ്ഞു,
ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി കറക്റ്റാണ്. ആധാർ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് സർവീസ് ഡെലിവറി ചെയ്യാനുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്താണ് റൈറ്റ് ടു പ്രിവസി എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരായിട്ട് റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ആ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് ഈ ഒരു നമ്മുടെ ഡേറ്റാസൊക്കെ എടുക്കുന്നത് എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. 2021 ഇതുമായി ബന്ധപ്പെട്ടിട്ട് റിവ്യൂ പെറ്റീഷൻ പോയിട്ടുണ്ട്. ഈ റിവ്യൂ പെറ്റീഷനെ പറ്റിയാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ പെറ്റീഷനിൽ വീണ്ടും ഒരു 5 ജഡ്ജ് ബെഞ്ചിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജഡ്ജ് ബെഞ്ച് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. വീണ്ടും സുപ്രീം കോർട്ട് ഉറപ്പിച്ച് തന്നെ പറയാണ് ആധാർ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷണലാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെയാണ്: ആധാർ എന്ന് പറയുന്നത് സോഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള സർവീസസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് എഫിഷ്യൻ്റായിട്ട് ഈ ഒരു സർവീസ് എല്ലാവരിലും എത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡേറ്റാസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു പ്രിവസിക്കെതിരായിട്ട് എന്ത് ചെയ്യാം, ആധാർ ആക്ടിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റാസ് എടുക്കുന്നത് ഒരു മിസ്യൂസ് അല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് പറയുകയാണെങ്കിൽ ഇപ്പം കുറേ ബെനിഫിഷ്യറീസ് എക്സ്ക്ലൂഡഡ് ആയി പോയിട്ടുണ്ട്. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ആധാറുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരുടെയും ആധാർ നമ്പർ കറക്റ്റായിട്ട് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമെട്രിക്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഈ ബയോമെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം അവരുടെ സ്കാനറിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം പ്രോപ്പറായിട്ടായിരിക്കത്തില്ല രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം ആധാർ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഡേറ്റാസ് അവർ ക്യാപ്ചർ ചെയ്യുന്നത് ഇംപ്രോപ്പറായിട്ടായിരിക്കും. അപ്പോൾ ഈ ഇംപ്രോപ്പർ ഡേറ്റാസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ ഇതിൽ തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവും. ഒപ്പം തന്നെ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാനുവൽ വർക്കേഴ്സ് ഉണ്ട്, വളരെ ഹാർഡ്ഷിപ്പായിട്ടുള്ള വർക്ക്സ് ചെയ്യുന്നവരാണ്, അവരുടെ കയ്യിലൊക്കെ തഴമ്പ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിംഗർ പ്രിൻറ്റ് എപ്പോഴും മാറും. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ ഇവരൊരു ഫ്രോഡാണ് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. ഇനി നമ്മുടെ ആധാർ കാർഡ് നഷ്ടമായെന്ന് വെക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കുള്ള പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് പാൻ കാർഡ്, റേഷൻ കാർഡ്, അതിലൊന്നും ഈ ഒരു ആധാർ ലിങ്ക്ഡും അല്ലെങ്കിൽ എന്താ വഴി, വേറൊരു വഴിയുമില്ല. അതിന് വേണ്ടുന്ന ഒരു പ്രൊവിഷൻസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ റീസെൻ്റ്ലി ജാർഖണ്ഡിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിഷ്യറീസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് ഈ റേഷൻ കടയിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടത്തില്ലേ, സബ്സിഡി ഫുഡ് കിട്ടുന്നത്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് ഫുഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടേണ്ട ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? ഒരുപാട് മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഈ ജാർഖണ്ഡിൻ്റെ സ്റ്റഡി പറയുന്നത്. സോ ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡും കൂടി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻട്രൽ ലെവലിലുള്ള സെറ്റപ്പുകളൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഡീസെൻട്രലൈസ് ചെയ്യണം. അതായത് താഴെ തട്ടിലുള്ള ഗവൺമെൻറ്റിന് ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റി കൊടുക്കണം. ഇതാണ് നമുക്ക് ഒൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോർട്ടിൽ ആധാർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും റിവ്യൂ പെറ്റീഷന് പോയിട്ട് കാര്യമില്ല. സുപ്രീം കോർട്ട് എല്ലാ പെറ്റീഷൻസും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യ ഹാസ് എഷ്യൂർഡ് ശ്രീലങ്ക ഓഫ് സപ്പോർട്ട്. സോ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. മുമ്പത്തെ ആർട്ടിക്കിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു UNHRC, യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഇവിടെ ശ്രീലങ്കയ്ക്കെതിരായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പോവുകയാണ്. അവിടെ നടന്നിട്ടുള്ള ബ്രൂട്ടൽ സിവിൽ വാറിനെതിരായിട്ട് ആ ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും തെളിവുകളുമുണ്ട്. വെസ്റ്റേൺ കൺട്രീസാണ് ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1970 ഈ ഒരു സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 3 ഡെക്കേഡാണ് ഈ സിവിൽ വാർ നടന്നത്. ഇത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ മെജോറിറ്റീസ് ആയിട്ടുള്ള സിൻഹല ബുദ്ധിസ്റ്റും അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള തമിലിയൻസും തമ്മിലുള്ള ഫൈറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു തമിലിയൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശ്രീലങ്കയുടെ ഈസ്റ്റ് നോർത്ത് പ്രൊവിൻസിലാണ്. അപ്പോൾ ഈ ഒരു റീജിയൻസിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇവരെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ഈ ഒരു സിൻഹല ബുദ്ധിസ്റ്റ് ആൻറ്റി തമിലിയൻ വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി.
ആ ഒരു വയലൻസിനെ സപ്പോർട്ട് ചെയ്തത് ശ്രീലങ്കൻ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ വയലൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതായപ്പോൾ ഈ ഒരു തമിലിയൻസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസർജൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് LTTE. ഈ സിവിൽ വാറുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് പറയുകയാണെങ്കിൽ 2005 മഹീന്ദ്ര രാജപക്സ എന്ത് ചെയ്യുന്നത് അവിടുത്തെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ ഏൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 2006 എന്ത് ചെയ്തു ഒരു സിവിൽ വാറിൻ്റെ ലാസ്റ്റ് ഫേസ് എന്ത് ചെയ്തു ഇംപ്ലിമെൻറ്റ് ചെയ്തു. ലാസ്റ്റ് ഫേസ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഈ തമിലിയൻസിനെ അവിടെ നിന്ന് ഓടിക്കണം. അപ്പോൾ 2006 ഇത് ലോഞ്ച് ചെയ്തു. 2009 വരെയാണ് ഈ സിവിൽ വാർ നടന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജപക്സ ഗവൺമെൻറ് അവിടുത്തെ ശ്രീലങ്കൻ ആർമിക്ക് കംപ്ലീറ്റ് പവർ കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഈ തമിലിയൻ റെബൽ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സിവിൽ വാർ 3 വർഷം നടന്നു. ഈ സിവിൽ വാറിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തമിലിയൻ ഇൻസർജൻ ഗ്രൂപ്പായിട്ടുള്ള LTTE എന്ത് ചെയ്തു കീഴടങ്ങി. സോ ഈ 3 വർഷത്തിൽ ലാസ്റ്റ് ഫേസ് വരെയുള്ള സിവിൽ വാറിൽ ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ്, അതെന്ന് എസ്പെഷ്യലി UK, കാനഡ, ജർമ്മനി എല്ലാവരും എന്ത് ചെയ്തു UNHRCയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്തു, ശ്രീലങ്കയെ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സിവിൽ വാറിന് മുമ്പ് 1970-80 കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഈ മാറ്ററിൽ ഡീപ്ലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിലിയൻ മൈനോറിറ്റീസ് ആണ് അല്ലേ, നമ്മൾക്ക് തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ തമിഴ്നാട്ടിലുള്ള ജനങ്ങളുടെ ആ ഒരു കൺസേൺ കൊണ്ടാണ് എന്ത് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത്. ഒപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രിട്ടിസൈസ് ചെയ്തു ശ്രീലങ്കൻ ഗവൺമെൻറ് എന്തിനാണ് ഇത്തരത്തിലുള്ള സിവിൽ വാറിനെ സ്പോൺസർ ചെയ്യുന്നത്. 1987 ഇന്ത്യ എന്ത് ചെയ്തു, ഇത് സോൾവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു പീസ് അക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് ഇന്ത്യ ശ്രീലങ്ക പീസ് അക്കോർഡ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കൻ ആർമിയോട് എന്ത് ചെയ്തു, വെടിനിർത്താൻ പറഞ്ഞു. ഒപ്പം തന്നെ തമിലിയൻ ഇൻസർജൻ ഗ്രൂപ്പിനോട് സറണ്ടർ ചെയ്യാനും പറഞ്ഞു. സോ തമിലിയൻ ഇൻസർജൻ ഗ്രൂപ്പാണ് സറണ്ടർ ആവുന്നത്. സാധാരണക്കാരായിട്ടുള്ള തമിലിയൻസ് ഇപ്പോഴും ശ്രീലങ്കയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഇവർ സറണ്ടർ ആവുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, ഇവർക്ക് വേണ്ടി ഈ തമിലിയൻ ഇന്നസെൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നിയമം പാസ്സാക്കണമെന്ന് ഇന്ത്യ ഡിമാൻഡ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീലങ്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ചസ് വരുത്തിയത്. 13ാമത്തെ അമെൻമെൻറ്റ് ആക്ട് ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു നോർത്ത് ഈസ്റ്റ് റീജിയനിൽ എന്താണ് കംപ്ലീറ്റ് പവർ അല്ലെങ്കിൽ പവർ ഡിവോൾവ് ചെയ്ത് കൊടുക്കുക, കുറച്ച് പവർ ഓട്ടോണമി ഒക്കെ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ആക്ട് ആയിരുന്നു ഈ 13 അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു പീസ് അക്കോർഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സസിനെ ഇന്ത്യ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡിപ്ലോയ്മെൻറ്റിന് ശേഷം ഇന്ത്യക്ക് നല്ല രീതിയിൽ തലവേദനയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റ്മെൻറ്റ്സും സൈനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 2 പാർട്ടീസും ഇത് ഫോളോ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു തമിലിയൻ ഇൻസർജൻ ഗ്രൂപ്പാണെങ്കിലും ഒപ്പം തന്നെ ശ്രീലങ്ക ഗവൺമെൻറ് ആണെങ്കിലും. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LTTE ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ഫോഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ശ്രീലങ്കൻ ഫോഴ്സസും എന്ത് ചെയ്തു, ഈ LTTE സപ്പോർട്ട് ചെയ്യാനാണ് ചെയ്തത്. ഇന്ത്യയുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത് ശ്രീലങ്ക ഗവൺമെൻറ് ആ ഒരു പീസ് അക്കോർഡ് ഫോളോ ചെയ്യാത്തതോ ഒന്നുമല്ല, അവിടുത്തെ തമിഴ് മൈനോറിറ്റീസ് തന്നെയായിരുന്നു ഇന്ത്യയുടെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഇടപെടൽ അവസാനിച്ചത് 1991 രാജീവ് ഗാന്ധി അസാസിനേഷനാണ്. LTTE എന്ത് ചെയ്തു, രാജീവ് ഗാന്ധിയെ വധിച്ചു. അപ്പോൾ ഇതിനു ശേഷം ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്തു, തിരിച്ച് ഇന്ത്യയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ 2000 ഒക്കെ ആയപ്പോഴേക്കും ചൈന നോക്കുമ്പോൾ എന്താണ്, ഇന്ത്യ ഇപ്പോൾ അവിടെ ശ്രീലങ്കയിൽ വലിയ കളികളൊന്നുമില്ല, ഇന്ത്യയുടെ കാര്യം നോക്കി പോയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണെന്ന് പറഞ്ഞ് ചൈന എന്ത് ചെയ്തു, ശ്രീലങ്കയിലെ ഇൻറ്റേർണൽ മാറ്ററിലേക്ക് കയറി. എന്നിട്ട് ഈ ഒരു ലാസ്റ്റ് ഫേസ് ഉണ്ടല്ലോ സിവിൽ വാറിൻ്റെ, ആ സമയത്ത് ഈ ഒരു രാജപക്സ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ചൈനയാണ്. അപ്പോൾ 2000 ഒക്കെ ആയപ്പോൾ ചൈന അവിടെ എൻ്റർ ചെയ്തു. 2004, 2005 ഒക്കെ ആയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് നോക്കിയപ്പോൾ എന്താണ്, ചൈനയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ഓഷനിൽ കൂടുന്നു. ഒപ്പം തന്നെ എന്താണ്, LTTE എന്ന് പറയുന്ന ആ ഒരു ഇൻസർജൻ ഗ്രൂപ്പ് ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് മാറി. ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്, ഇന്ത്യൻ ഇൻട്രസ്റ്റിനെയാണ്. സോ ഇന്ത്യയുടെ പ്രോബ്ലം 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു തമിലിയൻ മൈനോറിറ്റീസിൻ്റെ ഇഷ്യൂസ്, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഇൻഫ്ലുവൻസ്. പക്ഷെ ചൈന ഈ ഒരു ലാസ്റ്റ് ഫേസ് ആ ഒരു യുദ്ധത്തിൽ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ എന്തുകൊണ്ട് സൈലൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ രാജ്യത്ത് അന്നത്തെ സമയത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോയലീഷൻ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പാർട്ടീസ് ചേർന്നിട്ടാണ് ആ ഒരു ഗവൺമെൻറ് ക്രിയേറ്റഡ് ആയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റീജിയണൽ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ഗവൺമെൻറ് വീഴും. അപ്പം മന്ത്രിസഭ വീഴാതിരിക്കാൻ വേണ്ടി, കാരണം തമിഴ്, അതായത് ഇന്ത്യയിലെ തമിഴ് റീജിയണൽ പാർട്ടിയുടെ സപ്പോർട്ട് അപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, റീജിയണൽ പാർട്ടീസ് എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ഇന്ത്യ എന്ത് ചെയ്തില്ല, ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇന്ത്യയുടെ റീജിയണൽ പോളിസിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഗിവപ്പ് ചെയ്തു. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധത്തിലുണ്ടായ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് UNHRCയിൽ ഇനിഷ്യേറ്റഡായി. വെസ്റ്റേൺ കൺട്രീസാണ് ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എവിഡൻസസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ UNHRCയിൽ ശ്രീലങ്കയെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ തമിലിയൻസ് ഇന്ത്യക്കെതിരായിട്ട് എന്ത് ചെയ്യും, പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കും. എന്നാൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കോട്ടം തട്ടുന്നത് മാത്രമല്ല, ചൈന കൂടുതൽ സ്ട്രോങ് ആവും. 2009, 2012, 2013 ഈ സമയത്തെല്ലാം ഈ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു വോട്ട് ചെയ്തത്. എന്തുകൊണ്ട് ശ്രീലങ്കയ്ക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ തമിഴ്നാടിൻ്റെ പ്രഷർ തന്നെയായിരുന്നു. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഇന്ത്യയിൽ എലക്ഷൻ വരികയാണ്. അപ്പോൾ ഈ ഒരു എലക്ഷൻ വരുമ്പം ഇന്ത്യ ഇപ്പം നമ്മുടെ ഇന്ത്യൻസിനെതിരായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ എലക്ഷനെ ബാധിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഫോറിൻ പോളിസിയെക്കാളും എലക്ഷൻ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇന്റേണൽ മാറ്റേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി ഇന്ത്യ കൊടുത്തു. ഇനി 2015 3 റെസൊല്യൂഷനും കൂടി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2015 ഒരുപാട് പ്രത്യേകതയുണ്ട്. 2015 റെസൊല്യൂഷനിൽ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ശ്രീലങ്ക തന്നെയാണ്. ശ്രീലങ്കയ്ക്കെതിരായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2015 രാജപക്സ ഗവൺമെൻറ് ഇലക്ഷനിൽ തോറ്റു. ഒബ്വിയസ്ലി എന്ത് ചെയ്യും, പുതിയ ഗവൺമെൻറ് വരും. ആ ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്തിരുന്നത് മൈത്രിപാല സിരിസേനയാണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നല്ലൊരു സപ്പോർട്ടറാണ്. ഇന്ത്യയുമായിട്ടൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തത്. സോ 2015 എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. സോ ഈ ഒരു UNHRCയിൽ റെസൊല്യൂഷൻ പാസ്സാക്കി എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു. ആ റെസൊല്യൂഷൻ്റെ പേരാണ് 14/1. സോ അന്നത്തെ ആ ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ, മൈത്രിപാല സിരിസേന, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആരോപണം, ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ആരോപണം, അതിന് കൃത്യമായ പ്രൂഫ് വേണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എല്ലാവരിലും അതിൻ്റെ സത്യസന്ധത എത്തണം. അതിനുവേണ്ടി ശ്രീലങ്ക തന്നെ എന്ത് ചെയ്തു, ആ റെസൊല്യൂഷനെ സ്പോൺസർ ചെയ്തു. 2019 വീണ്ടും ഇന്ത്യക്ക് അടുത്ത തലവേദന ഉണ്ടാവുന്നു. എന്താണ്, രാജപക്സ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേറ്റു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2005 രാജപക്സ ഗവൺമെൻറ് വരുമ്പം അദ്ദേഹം അവിടുത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. 2019 വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്. സോ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു 2015 മൈത്രിപാല സിരിസേന ഗവൺമെൻറ് വന്നപ്പം എന്താണ്, ശ്രീലങ്ക തന്നെ ശ്രീലങ്കയ്ക്കെതിരായിട്ട് റെസൊല്യൂഷന് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ 14/1 റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 2019 രാജപക്സ ഗവൺമെൻറ് വന്നതോടുകൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 14/1 റെസൊല്യൂഷൻ അവർ വിഡ്രോ ചെയ്തു. ഇനി ന്യൂസിലെ കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇന്ത്യ വീണ്ടും ഈ ഒരു UNHRCയിൽ റെസൊല്യൂഷൻ പോയേക്കുവാണ്. ഇന്ത്യ ഇതുവരെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല ഇന്ത്യ ആരെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ചൈന ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് UNHRCയിൽ ശ്രീലങ്കയെ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. പക്ഷേ ശ്രീലങ്ക ഫൈനാൻസ് മിനിസ്റ്റർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെ ഇന്ത്യ ഒഫീഷ്യലി ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റെസൊല്യൂഷൻ വരുന്ന സമയത്ത് ശ്രീലങ്ക വീണ്ടും ഇന്ത്യയുമായിട്ട് സോഫ്റ്റ് ആവും. എപ്പോഴും ചിന്തിച്ചാൽ മതി, മുമ്പ് നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് കൊളംബോ പോർട്ടിലെ ഈസ്റ്റേൺ കൊളംബോ പോർട്ട് ടെർമിനൽ പ്രോജക്റ്റിൽ നിന്ന് അതിൽ ഇന്ത്യയും ജപ്പാനും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്തു, ശ്രീലങ്ക വിഡ്രോ ചെയ്തിരുന്നു, രാജപക്സ ഗവൺമെൻറ് വിഡ്രോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യ ഓൾറെഡി ശ്രീലങ്കയുമായിട്ട് ഒരു നല്ല ടേംസിലല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസൊല്യൂഷൻ വന്ന കൃത്യസമയത്ത് തന്നെ ഈ ഒരു ഈസ്റ്റേൺ കൊളംബോ പോർട്ട് ടെർമിനലിന് പകരം വെസ്റ്റേൺ കൊളംബോ പോർട്ട് ടെർമിനൽ തരാം, ഇന്ത്യൻ കമ്പനിക്ക് തരാം എന്നുള്ളൊരു സജഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സജഷൻസിൻ്റെ റീസൺ മെയിനായിട്ട് ഈ ഒരു UNHRCയുടെ റെസൊല്യൂഷൻ തന്നെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. സോ ഇനി റെസൊല്യൂഷന് ശേഷം നമുക്ക് ബാക്കി ന്യൂസ് കണ്ടിന്യൂ ചെയ്യാം.
നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ട് ടു ഹിയർ പ്ലീ അഗെയിൻസ്റ്റ് സെയിൽ ഓഫ് ഇലക്ട്രൽ ബോണ്ട്സ്. 2017 ഫിനാൻസ് ആക്ട് വഴിയാണ് ഇലക്ട്രൽ ബോണ്ട്സ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് മുതൽ ഇതൊരു തർക്ക വിഷയം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ ടൂളാണ്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൂളാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 എടുത്ത് പറയുന്നുണ്ട് ഈ ഫണ്ട് ചെക്ക് ചെയ്യാൻ പാടില്ല. അതായത് ആരാണ് ഈ ഫണ്ട് ചെയ്തതെന്നോ അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. ഒപ്പം തന്നെ ഈ എമൗണ്ട് ചെക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അൺചെക്ക്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ടാണിത്. ഫണ്ട് ക്രിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഇലക്ട്രൽ ബോണ്ട്സ് വിൽക്കുന്നത് ബാങ്കുകൾ വഴിയാണ്. ഇപ്പം എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചെയ്യണമെന്ന് വെച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിൽ പോയിട്ട് ഫണ്ട് അടയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രൽ ബോണ്ട്സ് വാങ്ങും. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ റിവീൽ ചെയ്യത്തില്ല. അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് പോവും. ഞാൻ അതിന് ബദലായിട്ടൊരു ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു എന്നേ ഉള്ളൂ. സോ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽസിന്, പ്രൈവറ്റ് ഓർഗനൈസേഷന്, ഒപ്പം ഫോറിനേഴ്സിന്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഡോളറും യൂറോയും എല്ലാം വരും. എന്നാൽ ഐഡൻറ്റിറ്റി റിവീലും ആവുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ കൺസേൺ. അതുകൊണ്ടാണ് സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ പോയത്. മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല പ്രശ്നമെന്ന് പറയുന്നത്. ഇതിലൊരു ലിമിറ്റില്ല, ഇത്ര എമൗണ്ടേ പാടുള്ളൂ അങ്ങനൊന്നുമില്ല. അൺലിമിറ്റഡ് എമൗണ്ടാണ്. അതായത് ഒരു ക്യാപ്പ് സെറ്റിൽ ചെയ്തിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഇവിടെ ഫണ്ട് ചെയ്യുമ്പം അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 7.5% മാത്രമേ ഫണ്ട് ചെയ്യാവൂ എന്ന് ആദ്യത്തെ പ്രൊവിഷൻസിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോകെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ ലിമിറ്റും അങ്ങ് എടുത്തു കളഞ്ഞു. സോ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡൊണേഷൻസ് വരുന്നുണ്ട്. ഇന്ത്യൻ റുപ്പി മാത്രമല്ല, ഫോറിൻ ഡോളേഴ്സും യൂറോയും എല്ലാം വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നില്ല. ഇത് അൺചെക്ക്ഡ് ആയിട്ടുള്ളൊരു ഫണ്ടാണ്. സോ ഈ ഫണ്ട് ഇവരുടെ ഇലക്ട്രൽ പ്രോസസ്സിന് അല്ലെങ്കിൽ എലക്ഷൻ പ്രൊമോഷനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സോ പെറ്റീഷൻ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, ഒരു കൈക്കൂലിയാണെന്നാണ് പറയുന്നത്. നമ്മൾ കൈക്കൂലി എങ്ങനെ കൊടുക്കുന്നത്, ആരും അറിയാതെ കൊടുക്കില്ലേ, അതുപോലെ അൺചെക്ക്ഡ് ആയിട്ട് എമൗണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഓർഗനൈസേഷനൊക്കെ ഇതുപോലെ ഫണ്ടിങ് കൊടുക്കുമ്പം അവർക്ക് പിന്നീട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അൺചെക്ക്ഡ് ആയതുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് വേണമെങ്കിലും അവർക്ക് ബാർഗെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഓർക്കേണ്ട കാര്യം, ഇലക്ട്രൽ ബോണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും നല്ല രീതി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രസിയുടെ ഫൗണ്ടേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ഇവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്നെ തിരിച്ചറിയുകയും എന്നെ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്താലോ അതിനുവേണ്ടിയാണ് ഇവരിങ്ങനെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ മറുപടി. സോ ഇപ്പം സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വരും ന്യൂസുകളിൽ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. ഓസ്റ്റിൻ വിസിറ്റ് മേ അലെ കൺസേൺ അബൌട്ട് ഇൻഡോ പസഫിക്. സോ ഉടനെ തന്നെ US സെക്രട്ടറി ഓഫ് ഡിഫൻസ് ഇന്ത്യ വിസിറ്റ് ചെയ്യും. അപ്പം ലോയിഡ് ഓസ്റ്റിനാണ് US സെക്രട്ടറി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെയും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള രാജ്നാഥ് സിംഗിനെ മീറ്റ് ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡോ പസഫിക് റീജിയനും അഫ്ഗാനിസ്ഥാനിലെ പീസ് പ്രോസസ്സും പിന്നീട് US-ൻ്റെ ക്യാച്ച ആക്റ്റും പിന്നീട് കൗണ്ടർ ടെററിസമാണ്. അപ്പോൾ ഇൻഡോ പസഫിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കോഡ് നേഷൻസിൻ്റെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പീസ് അക്കോർഡും അഫ്ഗാനിസ്ഥാനിലെ സിവിൽ വാറും എല്ലാ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റഡ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കാട്സ ആക്ട് S-400 ഡീൽ വരുന്നുണ്ട് ഇന്ത്യ റഷ്യയുമായിട്ട്. അപ്പോൾ US നമ്മൾക്കെതിരായിട്ട് എന്ത് ചെയ്യാം, സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാറ്റേഴ്സ് എല്ലാമാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഡോണ്ട് സ്റ്റീരിയോ ടൈപ്പ് വിമൻ ഇൻ കോർട്ട് റൂളിങ്സ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു വ്യക്തിനെ പ്രെഡിക്റ്റ് ചെയ്യുക, ഇവരിങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ യൂസ്ഡ് ആയിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കുക, ഇതിനാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റേപ്പ് കേസ്, സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസ്, ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ സുപ്രീം കോർട്ട് മാത്രമല്ല, ഹൈക്കോർട്ടാണെങ്കിലും ലോവർ കോർട്ടാണെങ്കിലും ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, അവരുടെ ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെ വളരെ ഷോക്കിംഗ് ആണ്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ചില കേസുകളിൽ ആ ഒരു വിക്ടിമിനോട് പറയാണ് ആ പ്രതിയെ വിവാഹം കഴിക്കാൻ, ഒരു കോർട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ മധ്യപ്രദേശ് ഹൈക്കോർട്ടിൻ്റെ ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു, ഈ ജയിലിൽ അടയ്ക്കാൻ പോകുന്ന പ്രതിയെടുത്ത് പറയാണ് ആ വിക്ടിമിൻ്റെ വീട്ടിൽ പോയിട്ട് കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കാൻ. ചില കേസിൽ പറയാണ്, സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസൊക്കെ വരുമ്പോൾ പറയും സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ, പെനട്രേഷൻ നടന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നത്. അതായത് ഒരു സ്റ്റീരിയോ ടൈപ്പ് വ്യൂ എന്ന് തന്നെ പറയാം. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, സെക്ഷൽ പാർട്ട്ണറിൻ്റെ ഹിസ്റ്ററി ചോദിക്കുക, അത് നിങ്ങൾ വെർജിൻ ആണോ എന്ന് ചോദിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കോർട്ടിൽ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സുപ്രീം കോർട്ട് എല്ലാ ലെവൽസിലുള്ള ജഡ്ജസിനോടും കമ്പൽസറി ആയിട്ട് പറഞ്ഞത് എന്താണ്, വിമനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ പാടില്ല. കേസ് കേൾക്കുക, അതിന് കൃത്യമായിട്ടുള്ള വിധി കൊടുക്കുക. That's it. Waiting for your valuable suggestions. Thank you for watching.